കെ ജി കുമാർ, ഹലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദിയുടെ വരവും പ്രഖ്യാപനവും ഒക്കെ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമാവാൻ സാധ്യതയുണ്ടോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് നേട്ടം ഉണ്ടാവും. എന്തായാലും ബി ജെ പിയുടെ സാന്നിധ്യം തീർച്ചയായും അറിയിക്കും. അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിൽ കുറയാതെ 10നും ഇടയ്ക്കുള്ള സീറ്റ് ബി ജെ പി പിടിക്കും എന്നാണ് എന്റെ കാര്യം. ഈ കെ ജി കുമാർ അങ്ങനെ 5ൽ കുറയാതെ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ താങ്കൾ കൊട്ടാരക്കരക്കാരനാണല്ലോ, കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, കൊല്ലം ജില്ലയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ആലപ്പുഴ കിട്ടാൻ സാധ്യതയുണ്ടോ? ആലപ്പുഴ കിട്ടും, തിരുവനന്തപുരം കിട്ടും. ആലപ്പുഴ എവിടെയാണ് കിട്ടാൻ സാധ്യത? ആലപ്പുഴ ചിലപ്പം ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വെച്ചാൽ ചെങ്ങന്നൂരാണോ എവിടെയാണെന്നുള്ളത് ഇവർ തീരുമാനമായിട്ടില്ലല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ഒരു മണ്ഡലം ഏതാണെന്ന് ഫിക്സ് ആയിട്ടില്ല, അത് എന്തായാലും കിട്ടും. പിന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞത് 2-3 സീറ്റ് തിരുവനന്തപുരത്തും കിട്ടും. കാര്യം ഇതുവരെ ഉള്ള പോലെ അല്ല ഇനി അങ്ങോട്ട്. അത് തീർച്ചയായിട്ടും ഈ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ നോക്കിക്കോ, അത് എന്തായാലും വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും സംസാരിക്കുന്ന കേട്ട് ബി ജെ പിക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും. ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചിലപ്പം ത്രിശങ്കുവായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴത്തും ഒന്നുമില്ല. കാര്യം ഇക്കണ്ട ഈ ബി ജെ പിക്ക് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരാണ്. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ള ആൾക്കാർ. എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ ബുദ്ധിമാന്മാരുടെ ശതമാനത്തിൽ കൂടുതലും കുറവുണ്ടെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ബുദ്ധിമാന്മാരുടെ ശതമാനത്തിൽ കൂടുതലും കുറവുണ്ട്. കേരളത്തിൽ ബുദ്ധിമാന്മാരുടെ ശതമാനം കൂടുതലാണ്. എന്തായാലും കെ ജി കുമാറിന്റെ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹം പറയുന്നത് 5 സീറ്റിൽ കുറയാതെ കിട്ടും എന്നൊക്കെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ കണക്കൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള, വളരെ വേഗത്തിൽ മടക്കി വരാം. मेरा भाषण शुरू करने से पहले आज मेरे लिए बहुत भावुक पल है। लाखों कार्यकर्ताओं का परिश्रम रंग ला रहा है। आज मैं सबसे पहले केरला की तिरुअनंतपुरम की जनता को, हमारे लाखों समर्थकों को, साथियों को मेरा भाषण शुरू करने से पहले बहुत ही आदरपूर्वक नमन करना चाहता हूं। ഈ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ പ്രയത്നം നിറമണിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഏറെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം അർപ്പിക്കുന്നു. एंडे सुहृदगणे, मैं जब भी केरला आता हूं आपका स्नेह, आपका स्वागत गर्मजोशी से भरा होता है। और आज आपका उत्साह और भी स्पेशल है। आज मुझे यहां एक नई ऊर्जा दिख रही है। आज मुझे यहां एक नई होप दिख रही है। आपका ये जोश, ये विश्वास दिलाता है
രഞ്ജിത്താണ് തൊടുപുഴയിൽ നിന്നും വിളിക്കുന്നത്. നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിലേറിയ ശേഷമുള്ള സന്ദർശനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വമ്പൻ വികസന പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ പോയതുമൊക്കെയുള്ള വിഷയം അത് തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുകയും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അതിന്റെ പ്രൊജക്ടിന്റെ പ്ലാനുകളെല്ലാം വിശദമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിലൊരു രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ BJPക്ക് വൻ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് BJPക്ക് കുറഞ്ഞതൊരു 5 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ അമൃത് ഭാരത് ട്രെയിന് ഉൾപ്പെടെയുള്ള പദ്ധതികളും പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ സാധാരണക്കാരായിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരു ഉന്തുവണ്ടി കച്ചവടവും അല്ലെങ്കിൽ വഴിയോര കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അവരുടെ ജീവിതത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സർക്കാരാണ് NDA സർക്കാരെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നു. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ കേരളത്തിലുള്ള എല്ലാ പ്രബുദ്ധ ജനങ്ങളും ഇത് കണ്ട ഒരു കാഴ്ചയാണ്. മാധ്യമങ്ങൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ജനങ്ങളിൽ എത്തുകയും അവർ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ NDAക്ക് ഒരു തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് നൽകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശരി, താങ്കളുടെ പ്രതീക്ഷയാണ് താങ്കൾ പങ്കുവച്ചത്. ശ്രീ പ്രമോഷാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ പ്രമോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ വരവും പ്രഖ്യാപനവും ഒക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ്. അത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമാകാൻ, വോട്ടാവാൻ സാധ്യതയുണ്ടോ? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. ഇത് സാർ, അതെ, ഒരു പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ അഭിനന്ദിക്കുന്നു. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു. പക്ഷെ രാവിലെ തുടങ്ങി മാധ്യമങ്ങളും നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഇവിടെ വലിയൊരു വമ്പൻ പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാധ്യമങ്ങളൊക്കെ അത് പറയാൻ കാരണം BJP നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നത് 45 വർഷത്തെ വികസന മുരടിപ്പ് 45 ദിവസത്തിനുള്ളിൽ മാറ്റും, അങ്ങനെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് നടപ്പാക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.